ഹായ് ആൻഡ് ഹലോ വെൽക്കം ബാക്ക് ടു എമ്മി മലബാർ. ഇന്ന് നമുക്ക് നല്ല നാടൻ ബീഫ് കറി തയ്യാറാക്കാം. ഒരു ട്രഡീഷണൽ കേരള ബീഫ് കറിയാണ് നമ്മൾ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ പണ്ടൊക്കെ മൺകലത്തിലായിരുന്നു ബീഫ് കറി തയ്യാറാക്കിയിരുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ കുക്കറിലാണ് ബീഫ് കറി തയ്യാറാക്കാൻ പോകുന്നത്. ആ ഒരു ഡിഫറൻസ് ഒഴികെ ബാക്കി എല്ലാ പ്രോസസ്സും സെയിം ആണ്. അപ്പോൾ വൈകാതെ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അപ്പോൾ ഞാൻ ഇവിടെ 3 സവാള ഇങ്ങനെ നീളത്തിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു തക്കാളിയും, പിന്നെ ഇത് വെളുത്തുള്ളി, ഇഞ്ചി, ഒരു പച്ചമുളക്, ഏലക്ക, പിന്നെ പട്ട, അതും കൂടി മിക്സിയിലിട്ടിട്ട് അടിച്ചെടുത്ത് പേസ്റ്റാക്കി വെച്ചിട്ടുള്ളതാണ്. അത് പേസ്റ്റ് ചെയ്യുന്ന വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇത് ഇത്രയും ഇൻഗ്രീഡിയൻസേ ഉള്ളൂ. ഇനി ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസൊക്കെ വഴിയെ പറഞ്ഞു തരാം. പിന്നെ എല്ലാ ഇൻഗ്രീഡിയൻസും അതിൻ്റെ മെഷർമെൻറ്റും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഇനി നമുക്ക് ഒരു കുക്കർ എടുക്കാം. അതിലേക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് മാറ്റി വെച്ച ആ സവാള ഇട്ട് കൊടുക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഇതൊരു ട്രഡീഷണൽ കേരള ബീഫ് കറിയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മളിത് എണ്ണയിലിട്ട് വഴറ്റേണ്ട ആവശ്യമൊന്നുമില്ല. പണ്ട് കാലങ്ങളിൽ നമ്മുടെ മുത്തശ്ശിമാരൊക്കെ ഉണ്ടാക്കിയിരുന്ന ഒരു മെത്തേഡിലൂടെയാണ് നമ്മൾ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ സവാള ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് കട്ട് ചെയ്ത് മാറ്റി വെച്ച തക്കാളി ഇട്ട് കൊടുക്കണം. തക്കാളി ഞാനൊരു വലിയ തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ നമ്മൾ നേരത്തെ പേസ്റ്റാക്കി മാറ്റി വെച്ച വെളുത്തുള്ളി, ഇഞ്ചിയും ഒക്കെ ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. പിന്നെ ഒരു തണ്ട് വേപ്പില ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ ഒരു 2 ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട്. ഇനി 1 ടേബിൾ സ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ കുരുമുളക് പൊടി ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ചേർക്കണം. ഇപ്പോൾ എൻ്റെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ട് ഞാൻ ചേർക്കുന്നില്ല. ഇനി 1 ടീസ്പൂണോളം ഗരം മസാല അല്ലെങ്കിൽ മീറ്റ് മസാല ചേർത്ത് കൊടുക്കണം. ഇനി ഞാൻ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് കൈ വെച്ചിട്ട് നന്നായിട്ട് തിരുമ്മി കുഴച്ചെടുക്കണം. ഈ ഉപ്പും അതിലെ എല്ലാ മസാലയും എല്ലായിടത്തേക്കും ഒരേപോലെ എത്തുന്നവരെ നമ്മൾ ഇൻകോർപ്പറേറ്റ് ചെയ്യണം. അപ്പോൾ ഇതിവിടെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ബീഫ് ചേർക്കണം. അപ്പോൾ ഞാനിവിടെ 1 കിലോ ബീഫ് എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് വീണ്ടും നമ്മൾ കൈ വെച്ചിട്ട് നന്നായി തിരുമ്മി കുഴച്ചെടുക്കണം. ഇത് ഇങ്ങനെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ പറഞ്ഞല്ലോ, ഇതൊരു ട്രഡീഷണൽ റെസിപ്പിയാണ്. അപ്പോൾ ഇങ്ങനെയായിരുന്നു പണ്ട് ബീഫ് കറിയൊക്കെ വെച്ചിരുന്നത്. ഒരു ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ, പണ്ട് മൺകലത്തിലായിരുന്നു ഇത് ചെയ്തിരുന്നത്. ഇപ്പോൾ നമ്മൾ കുക്കറിലാണ് ചെയ്യുന്നത്. ബാക്കി നമ്മൾ ചെയ്യുന്ന എല്ലാ വേയും ട്രഡീഷണൽ രീതിയിൽ തന്നെയാണ്. ഇനി നമുക്ക് ബീഫ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് കൈ വെച്ചിട്ട് കുഴച്ചെടുക്കാം. മസാലയൊക്കെ ബീഫിൽ നന്നായിട്ട് എത്തുന്ന വിധം കുഴച്ചെടുക്കണം. ഇനി ഞാൻ ഇതിലേക്ക് ഒരു പുളിക്കായിട്ട് ഒരു ചെറുനാരങ്ങ പിഴിഞ്ഞിട്ട് അതിന് ജ്യൂസ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യുക. ശരിക്കും പറഞ്ഞാൽ ഇത് നല്ല എളുപ്പമാണ് ഇങ്ങനെ ബീഫ് കറി തയ്യാറാക്കിയെടുക്കാനായിട്ട്. ബാച്ചിലേഴ്സിനൊക്കെ നല്ല യൂസ്ഫുള്ളാകും ഈ വീഡിയോ. അപ്പോൾ ഇത് കംപ്ലീറ്റ് കുഴച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കണം. ഞാനിപ്പോൾ ഇവിടെ 1 കപ്പോളം വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. കാരണം ഇത് കുക്ക് ചെയ്തെടുക്കുമ്പോൾ ഈ ബീഫിൽ തന്നെ വെള്ളം ഇറങ്ങി വരും. അപ്പോൾ അധികം വെള്ളം ചേർക്കണമെന്നില്ല. ഇപ്പോൾ ഞാൻ 1 കപ്പോളം വെള്ളം ചേർക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ കറിയൊക്കെ വേണമെങ്കിൽ കൂടുതൽ വെള്ളം ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കുക. എന്നിട്ട് നമുക്കിത് അടുപ്പിലേക്ക് വെക്കണം. അപ്പോൾ നമുക്കിത് ഇനി വേവിച്ചെടുക്കണം. അപ്പോൾ ഞാൻ ഇതിൽ മഞ്ഞൾപ്പൊടി ഇടാൻ മറന്നുപോയി. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഒരു നുള്ള് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അടച്ച് വെക്കുക. ഇത് അധികം ടെൻഡറായിട്ടുള്ള ബീഫല്ല, അല്പം മൂത്ത ബീഫാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു 8 to 10 വിസിൽ വരെ വേണ്ടി വന്നു ഇത് വേവിച്ചെടുക്കാനായിട്ട്. അതിൻ്റെ വേവ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഫ്ലെയിമിനനുസരിച്ചിട്ടും പിന്നെ കുക്കറിൻ്റെ അനുസരിച്ചിട്ടിരിക്കും ഈ ബീഫ് വേവുന്ന ആ ടൈം. ഇനി നമുക്ക് ഇത് അടച്ച് വെക്കാം. എന്നിട്ട് നമുക്കിത് ഒരു 8 to 10 വിസിൽ വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യണം. അപ്പോൾ ഇതിലെ കംപ്ലീറ്റ് പ്രഷറൊക്കെ പോയിട്ടുണ്ട്. നമ്മുടെ ബീഫ് കറി നല്ല ഉഷാറായിട്ട് തന്നെ വന്നിട്ടുണ്ട്. നല്ല സ്മെല്ലാണ് വരുന്നത്. അപ്പോൾ കണ്ടില്ലേ, കറക്റ്റ് ഗ്രേവിയാണ്. അധികം തിക്കുമല്ല എന്നാൽ അത്ര ലൂസും അല്ലാത്ത ഒരു പരുവത്തിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഒരു പാൻ എടുക്കുക. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ മസ്റ്റാണ്. വെളിച്ചെണ്ണ മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ.
വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് അത് ചൂടായതിന് ശേഷം നമുക്കിതിലേക്ക് ചെറിയ ഉള്ളി കട്ട് ചെയ്തിട്ട് ചേർക്കണം. സവാളയൊന്നും എടുക്കരുത്, ചെറിയുള്ളി തന്നെ എടുക്കണം. അപ്പോൾ വെളിച്ചെണ്ണ, ചെറിയുള്ളി ഇതൊരിക്കലും സ്കിപ്പ് ചെയ്യാൻ പറ്റില്ല, ഇത് തന്നെ എടുക്കണം. അപ്പോൾ എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നേരത്തെ കട്ട് ചെയ്ത് മാറ്റി വെച്ച ആ ചെറിയുള്ളി ചേർത്ത് കൊടുക്കണം. എന്നിട്ട് ഇതൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നത് വരെ നമ്മൾ ഈ എണ്ണയിലിട്ടിട്ട് വഴറ്റിയെടുക്കണം. അപ്പോൾ ഇതിൻ്റെ കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്കൊരു തണ്ട് വേപ്പില ചേർക്കണം. എന്നിട്ട് വീണ്ടും ഇളക്കി യോജിപ്പിക്കുക. അപ്പോൾ ഇത് ഇത്രയും മതി. വേപ്പിലയും നമ്മുടെ ഉള്ളിയൊക്കെ നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ ബീഫ് കറി ചേർത്തിട്ട് വീണ്ടും ഇളക്കി യോജിപ്പിക്കുക. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ബീഫ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ഇങ്ങനെ കറി ഒഴിച്ചതിന് ശേഷം നമ്മളിത് തിളപ്പിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ എല്ലാത്തിലേക്കും നല്ല കോമ്പിനേഷനായ നമ്മുടെ ട്രഡീഷണൽ ബീഫ് കറി റെഡി ആയിട്ടുണ്ട്. ഇത് നല്ല എളുപ്പമാണ് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. നമ്മൾ സവാളയും തക്കാളിയും വഴറ്റിയെടുക്കേണ്ട ആവശ്യമില്ല, ആ സമയം നമുക്ക് സേവ് ചെയ്യാം. അപ്പോൾ ഇത് ബാച്ചലേഴ്സിനും തിരക്കുള്ള എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണിത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. പിന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനി അടുത്ത പുതിയ വീഡിയോ ആയിട്ട് വരുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്.